ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ സഖാക്കളെയും ആമുഖമായി അഭിവാദ്യം ചെയ്യുകയാണ്. കേളുവട്ടൻ അനുസ്മരണ പരിപാടിക്കാണ് നമ്മളിവിടെ ഇന്ന് ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇന്ന് കേളുവട്ടൻ ദിനവും ഇന്നലെ സഖാവ് നായനാർ ദിനവുമായി കേരളത്തിലെ CPM-ൻ്റെ സകല ആളുകളും അത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുപരിപാടി കഴിഞ്ഞാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പറ്റിയ ആരോഗ്യാവസ്ഥയിലില്ല നിൽക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സഖാവ് കേളുവട്ടൻ്റെ 33-ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് 1991 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് 33 കൊല്ലത്തിനിപ്പുറം നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത്. കേളുവട്ടൻ നമുക്കറിയാം, ജനിച്ച കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടക്കം കുറിക്കുന്നത് സ്വാഭാവികമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ജ്വലിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെയാണ്. സഖാക്കൾ EMS, AKG, കൃഷ്ണപിള്ള, നായനാർ തുടങ്ങിയ എല്ലാ നേതാക്കളും പോലെ അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൊടിയ മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരികയാണുണ്ടായത്. 1957 അദ്ദേഹം നിയമസഭാധികനായി, 2 തവണ നിയമസഭാധികനായിട്ടുണ്ട്. പിണറായിയിലെ പാറപ്പുറത്ത് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും വന്നിട്ടുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EMS-ഉം AKG-യും കൃഷ്ണപിള്ളയും പോലെ എല്ലാ സഖാക്കളെയും പോലെ ആ വഴിത്താരയിലൂടെ തന്നെ കടന്നു വന്നിട്ടുള്ള ധീരനായ സഖാവാണ് സഖാവ് കേളുവട്ടൻ. സ്വാഭാവികമായി കോഴിക്കോട് ജില്ലയുടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ, പ്രത്യേകിച്ചും വടകരയിലെ ബീഡി ചുരുട്ട് തൊഴിലാളികളുടെ അതുപോലെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അതുപോലെ ഉൾനാട്ടിലെ കർഷക സമരങ്ങളിലും പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലുമൊക്കെ നിർണായകമായ പങ്ക് സഖാവ് കേളുവട്ടൻ വഹിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലെ കേളുവട്ടൻ്റെ ചിത്രം ഇപ്പോഴും കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയുടെ അടുത്തുള്ള ഇപ്പോഴത്തെ LIC ഓഫീസ്, ആ LIC ഓഫീസായിരുന്നു പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതലുള്ള ഹജൂർ കച്ചേരി. അത് പിന്നീട് കോഴിക്കോട് കലക്ട്രേറ്റായി മാറി. അത് പിന്നീടാണ് കോഴിക്കോട് ഇപ്പോൾ നമ്മൾ കാണുന്ന സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന മലാപ്പറമ്പിനടുത്തേക്ക് മാറിയത്. പക്ഷേ കോഴിക്കോട് മാനാഞ്ചിറക്കടുത്തുള്ള ആ കലക്ട്രേറ്റിന് മുമ്പിൽ നടന്ന ഒരു വലിയ ജനകീയ സമരത്തിൽ, ഒരു പോരാട്ടത്തിൽ, CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സമരത്തിൽ പോലീസിൻ്റെ ക്രൂരമായ ലാത്തിച്ചാർജ് ഉണ്ടായി. ആ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിക്കൊണ്ട് തല പൊട്ടി ചോര ചിന്തി ആ തലയിൽ കൈവച്ചുകൊണ്ട് പോലീസുകാരാൽ വളയപ്പെട്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന കേളുവട്ടൻ്റെ മരിക്കാത്ത ഒരു ചിത്രമാണ് ഇന്നും ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ആ സമരം മാത്രമല്ല, അങ്ങനെ അനവധി സമരങ്ങൾ സഖാവ് കേളുവട്ടനെ കുറിച്ച് എണ്ണി പറയാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് അധികാരത്തിൽ വന്ന് MLA ആയ മനുഷ്യനാണ്. അദ്ദേഹം വിട പറഞ്ഞു പോയതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, അതുപോലെ തന്നെ അദ്ദേഹം വിട പറഞ്ഞു പോയത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്ന വാക്കിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ വിധിനിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവുമൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ നിലനിൽക്കണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. വർഗീയത കൊടികുത്തി വാഴുന്ന ഒരു നാട്ടിൽ ആ വർഗീയതക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടം കേരളം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം അടക്കമുള്ള ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ പ്രവചനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് കേളുവട്ടനെ സ്മരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടവും അതുപോലെ തന്നെ 57 കേരള നിയമസഭയിൽ അംഗമായിരുന്നു എന്നുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം ഇതാണ്. 57 കേരള നിയമസഭയിൽ അംഗമായ കേളുവട്ടൻ, ആ കേളുവട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ചില താരതമ്യ പഠനങ്ങൾ നമ്മളതിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ
ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേളുവേട്ടൻ്റെ കർമ്മമണ്ഡലമായ കോഴിക്കോട് ജില്ലയിലെ വടകര, ആ വടകരയടക്കമുള്ള അദ്ദേഹം അംഗമായിട്ടുള്ള മേപ്പയൂർ അടക്കമുള്ള, മേപ്പയൂർ മണ്ഡലം ഇപ്പോൾ ഇല്ല, ഇപ്പോൾ പേരാമ്പ്രയാണ്, അതടക്കമുള്ള വടകര പാർലമെൻറ്റ് മണ്ഡലം വളരെ മോശമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിന് അത്തരം ഒരു ദുരനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. വർഗീയത പറയാറുണ്ട് സാധാരണ, പക്ഷേ ഇത്രയും പച്ചക്ക്, പ്രത്യേകിച്ചും മതേതര മുന്നണി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതുപോലെ തന്നെ മതേതരത്വത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം RSSനെ ആശയം കൊണ്ടും അംഗബലം കൊണ്ടും ആൾബലം കൊണ്ടും നേരിടുന്ന CPM തമ്മിൽ നടത്തുമ്പോൾ ആ CPMനെതിരെ മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എടുത്തുകൊണ്ട്, മതസ്വഭാവം എടുത്തുകൊണ്ട് ആക്രമിക്കുന്ന വിചിത്രമായ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുകയുണ്ടായി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ. എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന സകല ആളുകൾക്കും അതിൻ്റെ വിശദീകരണം അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ 57 ഇതുപോലെ കേളുവെട്ടൻ്റെ കാലഘട്ടത്തിൽ കേളുവെട്ടനോടൊപ്പം തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച CPMൻ്റെ മറക്കാനാവാത്ത നേതാവാണ് CH കണാരൻ. ആ CH കണാരൻ ഇതുപോലെ തന്നെ കേളുവേട്ടനൊപ്പം ബീഡി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും നിർണായകമായ പങ്കുവഹിച്ച മനുഷ്യനാണ്. ആ സഖാവിനെക്കുറിച്ച് പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തിൽ മുസ്ലിം വർഗീയതയുടെ പ്രതിരൂപമായ ജമാഅത്തെ ഇസ്ലാമി, RSS ഹിന്ദു രാഷ്ട്രവാദികളാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മുസ്ലിം മതരാഷ്ട്രവാദികളാണ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അവരുടെ ചാനലാണ് മീഡിയ വൺ. ആ മീഡിയ വണ്ണിൽ ഒറിജിനൽ ജമാഅത്തുകാരനായ, ജമാഅത്ത് ആശയം പിന്തുടരുന്ന പൂർണ്ണമായ മുസ്ലിം വർഗീയവാദിയായ ദാവൂദ് നടത്തിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അദ്ദേഹം CH കണാരനെ കുറിച്ച് വളരെ മോശമായി, അന്ന് കുറുവ തീയന് വോട്ടില്ല എന്നുള്ള രൂപത്തിലുള്ള മുദ്രാവാക്യം എതിർപക്ഷക്കാർ പ്രചരിപ്പിച്ചപ്പോൾ ആ പ്രചരണം പോലും അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ നടത്തിയതാണ്. അവിടെ ജാതിപരമായ വേർതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് നടത്തിയത് എന്നാണ് ദാവൂദ് പ്രസംഗിച്ചിട്ടുള്ളത്. പ്രസംഗമല്ല, അദ്ദേഹത്തിൻ്റെ മീഡിയ ചാനലിലൂടെ വിഷം തുപ്പിയിട്ടുള്ളത്. അതിന് അക്ഷരം പ്രതി വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനലിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. കേരളം വളരെ ഭീതിയോടുകൂടി കേട്ട ഒരു അവതരണമായിരുന്നു രണ്ടും. സത്യത്തിൽ 57 ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്കറിയാം. ഗൗരി അമ്മയെക്കുറിച്ചും EMSനെ കുറിച്ചുമൊക്കെ വളരെ മോശമായവരുടെ ജാതിപ്പേര് വിളിച്ചുകൊണ്ട് ആ കക്കാവിക്ക നമ്പൂരി എന്ന് EMSനെ വിളിച്ചപ്പം ഗൗരി ചോതി എന്നാണ് വിളിച്ചത്. വളരെ വൃത്തികെട്ട ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തമ്പ്രാനെന്ന് വിളിപ്പിക്കും, കുമ്പിളിൽ കഞ്ഞി കുട്ടിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി ആ ജന്മിത്തത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് വിളിച്ച കാലവും 1957 ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള വലിയ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് 1957 EMS ഗവൺമെൻറ് വന്നിട്ടുള്ളത്. 1956 നവംബർ മാസം 1-ാം തീയതി ഉണ്ടായ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളം ഉണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ കർഷക തൊഴിലാളിക്കും അതുപോലെ തന്നെ മറ്റു തൊഴിലാളി വർഗത്തിനും എല്ലാവർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒഞ്ചിയത്തിൻ്റെയും പാടിക്കുന്നിൻ്റെയും അടക്കം എണ്ണിയാൽ തീരാത്ത നിരവധി ജന്മിത്തത്തിനെതിരെയുള്ള സമരങ്ങളുടെ അനുഭവം അവർക്കുണ്ട്. ജനിച്ച നാട്ടിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അവകാശമില്ലാതെ ജന്മിമാരുടെ അടിയാളരായി ജീവിക്കേണ്ടി വന്ന മനുഷ്യനെ മനുഷ്യനായി കണ്ട് തങ്ങൾ കൂടി അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് വളരെ വ്യക്തമായി അവരെ പഠിപ്പിച്ച് ജന്മിത്തത്തിനെതിരെ പോരാട്ടം നടത്തിയ പാർട്ടി, തങ്ങൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള പാർട്ടി, ആ പാർട്ടിയാണ് അധികാരത്തിൽ വരേണ്ടത് എന്ന നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഒരുപക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 6 ദിവസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസം 11-ാം തീയതി ഈ കേരളത്തിൻ്റെ ഗതിവിഗതികളെ തികച്ചും ഒരു വഴിത്തിരിവിലൂടെ കടത്തിവിട്ടിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. നിങ്ങൾ അധ്വാനിച്ച് കുടിയിറക്ക് നിരോധന നിയമം, നിങ്ങൾ അധ്വാനിച്ച ഭൂമി അത് നിങ്ങളുടേതാണ്, ഒരു ജന്മിത്തമ്പുരാൻ്റെ മുമ്പിലും അവിടെ ഓച്ചാനിച്ച് നിൽക്കേണ്ട, ആ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ട, നിങ്ങൾ അധ്വാനിച്ച ഭൂമി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഈ നാട്ടിലെ മുദ്രാവാക്യം കുടിയിറക്ക് നിരോധന നിയമം കൊണ്ടുവന്നത് സഖാവ് EMS ആണ്. അതോടുകൂടി തന്നെ കേരളത്തിലെ ജന്മിത്തത്തിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ശത്രുവായി ഈ ഗവൺമെൻറ് മാറി.
അതുകൊണ്ടാണ് ഈ ജമ്മി തമ്പുരാക്കന്മാർ അടിയാളരെ നോക്കി പഴയ മുദ്രാവാക്യം വിളിച്ചത് തമ്പ്രാനെന്ന് വിളിപ്പിക്കും കഞ്ഞി കുമ്പിളിൽ കഞ്ഞി കുടിപ്പിക്കും. അന്നാണ് ഗൗരി അമ്മയുടെ ജാതി പേര് വിളിച്ചത്, സഖാവ് EMSൻ്റെ ജാതി പേര് വിളിച്ചത്. അങ്ങനെ ജാതി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിന് ശേഷവും കേരളത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയത പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് ഇന്ന് വടകരയുടെ മണ്ണിൽ വീണ്ടും അത് ആവർത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ പറഞ്ഞ് വേർതിരിവുണ്ടാക്കി വോട്ട് പിടിച്ചവർ, അതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് വളരെ അപകടകരമാണ്, ഇത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിന് വല്ലാത്ത പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും, ഇത് അനുവദിക്കാൻ പാടില്ല, ജാതി കൊണ്ട് മതം കൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് വടകര അപകടത്തിലേക്ക് നീങ്ങരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വലിയ പൊതുയോഗങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പാർട്ടി ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപകടകരമായ നീക്കമാണ് വടകരയിൽ നടക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ഒന്ന് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും, പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിവിട്ട മുദ്രാവാക്യത്തിൻ്റെ അനുരണനങ്ങൾ വീണ്ടും ഒരുപാട് മനസ്സുകളെ മുറിവേൽപ്പിക്കും. പ്രത്യേകിച്ചും നമുക്കറിയാം വടകര പാർലമെൻറ്റിനകത്തുള്ള നാദാപുരം പോലെയുള്ള പ്രദേശങ്ങൾ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താനുള്ള എല്ലാ വെടിമരുന്നുകളുമുള്ള പ്രദേശമാണ്. ഇന്ന് ആ നാദാപുരം സമാധാനത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം നമ്മുടെ അവസാനത്തെ രക്തസാക്ഷി അവിടെ ഷിബിനാണ്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ മഴുകൊണ്ട് വെട്ടി നടത്തിയ കൊലപാതകം, വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഏകദേശം ആ സമയത്ത് അവിടെ നടന്ന അതിനോടനുബന്ധിച്ച് 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള വിവിധ പൊതുയോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ പൊതുയോഗ സ്ഥലമൊക്കെ സംഘർഷാന്തരീക്ഷമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പൊതുയോഗത്തിന് ചുറ്റും 10ഓ 25ഓ പോലീസുകാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, 2020 ശേഷം 21, 22 കഴിഞ്ഞ 1-2 കൊല്ലത്ത് ഈ നാദാപുരം മേഖലയിൽ ഞാൻ പോയപ്പോൾ വളരെ സമാധാനപരമായ അന്തരീക്ഷം. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രാസംഗികൻ കൂടിയാണ് ഞാൻ. എന്നോട് പോലും ചിലപ്പോൾ അവിടുത്തെ സഹാക്കൾ പറയുന്നുണ്ട്, വളരെ ശക്തമായി അവരെ കടന്നാക്രമിക്കേണ്ട എന്നൊക്കെ പറയും. മാത്രമല്ല, നമ്മുടെ പൊതുയോഗങ്ങളും നമ്മുടെ കുടുംബയോഗങ്ങളും നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾ സംബന്ധിച്ച് അവരുടെ പറമ്പിലൊക്കെ നടത്തുന്ന അത്ഭുതകരമായ മാറ്റം നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് എനിക്കവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ സമാധാനത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു മണ്ണിൽ, നാദാപുരത്തിൻ്റെ അടക്കമുള്ള വടകരയുടെ ഉൾഭാഗത്തുള്ള മണ്ണിൽ വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് കോരിയിടാൻ കഴിയുന്നതാണ് വർഗീയത, മതത്തിൻ്റെ പേരിലുള്ള വിഭജനം. അതാണ് RSS ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് 1850-കളിൽ ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഐതിഹാസികമായ 1ാം സ്വാതന്ത്ര്യ സമരം നമ്മൾ ജയിച്ചപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരികളാക്കി ഇന്ത്യയിലെ എല്ലാവരും ഒരുമിച്ച് അധികാരികളാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരൻ തിരിച്ചറിഞ്ഞത് ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്നാൽ നമ്മൾ തോൽക്കും, ബ്രിട്ടീഷുകാർ തോൽക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് സർവായുധ വിഭൂഷിതരായിരുന്ന അവരുടെ ആയുധപ്പുരയിൽ നിന്നുള്ള ആയുധങ്ങളൊന്നും എടുക്കാത്ത ആശയത്തിൻ്റെ ഒരു ആയുധം എടുത്ത് പ്രയോഗിച്ചത് ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ് ദെൻ റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രം പ്രയോഗിച്ചതും പതിറ്റാണ്ടുകൾ ഇന്ത്യയെ വിഭജിച്ച് ഭരിച്ചതും. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അതേ ആയുധമെടുത്ത് ഇന്ന് ഇന്ത്യ 10 ആണ്ട് ഭരിച്ചിരിക്കുകയാണ് BJP. ഇന്ത്യയിലെ ജനങ്ങളെ ജാതി കൊണ്ട് മതം കൊണ്ട് വേർതിരിക്കുക, ഹിന്ദുവെന്ന് മുസൽമാനെന്ന് ക്രിസ്ത്യാനെന്ന് പട്ടികവർഗ്ഗക്കാരനെന്ന് പട്ടികജാതിക്കാരനെന്ന് മനുഷ്യരെ വേർതിരിച്ച് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസി. ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് CPM. വർത്തമാനകാല കോൺഗ്രസിനോട് 100 അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടാലും തിരഞ്ഞെടുത്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മറുഭാഗത്ത് BJPയുടെ പക്ഷത്തേക്ക് ചാടിപ്പോകുന്ന രാഷ്ട്രീയം ഇന്ത്യ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഒന്നുകിൽ ED വരും, അല്ലെങ്കിൽ മടിശീല കിലുക്കും. അങ്ങനെ കിലുക്കുന്ന പണത്തിൻ്റെ കിലുക്കം കേട്ട് മറുഭാഗത്ത് പോകുന്നവർ, നടത്തിക്കൂട്ടിയ അഴിമതിക്കെതിരെ അന്വേഷണം വരുമ്പോൾ അതിന് കീപ്പെട്ടുകൊണ്ട് മറുഭാഗത്തേക്ക് പോകുന്നവർ, അങ്ങനെ ആർക്കും വിലക്കെടുക്കാവുന്ന ഒരു കച്ചവടച്ചരക്കായി കോൺഗ്രസിൻ്റെ MP മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. എന്നാലും കോൺഗ്രസിലേക്ക് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ വിളിച്ചിട്ടുള്ള പേര് മതേതര ജനാധിപത്യ ബൂർഷ്വാ പാർട്ടി എന്നാണ്. അതായത് ആ പാർട്ടിയിൽ മതേതരത്വവും ജനാധിപത്യവും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം അതൊരു ബൂർഷ്വാ പാർട്ടിയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ വർത്തമാനകാലത്തെ കോൺഗ്രസ് നമ്മളെ ഭയപ്പെടുത്തുകയാണ്. കാരണം വിലക്കെടുക്കാവുന്ന ജനപ്രതിനിധികളെ അവരുടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ സഖ്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്.
നായനാർ മരിച്ച കൊല്ലം നമുക്കറിയാം 2014. 10 വർഷം മുമ്പ് നായനാർ മരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളത്, 18 സീറ്റ്. ഇന്ത്യയിലാകെ 64 എം പിമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. ആ സീറ്റിൽ കേരളത്തിൽ മഞ്ചേരി ഒഴിച്ചാൽ, മഞ്ചേരിയിൽ നമ്മൾ പരാജയപ്പെടുത്തിയ ലീഗിനെയാണ്, ബാക്കി കേരളത്തിലെ 17 സീറ്റിലും ബംഗാളിലും ത്രിപുരയിലും ബാക്കിയുള്ള സീറ്റുകളിലുമൊക്കെ ഏത് കോൺഗ്രസിനെ തോൽപ്പിച്ചാണോ ആ കോൺഗ്രസിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ കൈവക്കാനുള്ള കാരണം BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. 100 കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും വർഗീയ പാർട്ടിയല്ല എന്ന് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിപ്പോഴും കോൺഗ്രസിനെ പറയുന്നത് മൃദുല ഹിന്ദുത്വത്തിന് വേണ്ടി കീഴടങ്ങുന്നവർ എന്നാണ്. മതേതര ശക്തിയായി ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടവരാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1949 ഇന്ന് ഇന്ത്യയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മുറിപ്പാടുണ്ടാക്കുന്ന രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വയംഭൂവായി രാമവിഗ്രഹം അവിടെ ഉയർന്നു വന്നുവെന്ന് UP മുഖ്യമന്ത്രി GB പന്ത് പറഞ്ഞപ്പോൾ അതെടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയാൻ ധൈര്യം പറഞ്ഞ മതേതര വിശ്വാസിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അവിടെ നിന്ന് മാറി രാമക്ഷേത്രമുണ്ടാക്കിയ RSS രാമക്ഷേത്രമുണ്ടാക്കുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു എന്ന് പറയുന്ന, അതിന് സംഭാവന കൊടുക്കുന്ന, വെള്ളി ഇഷ്ടിക കൊടുക്കുന്ന ഒരു മൃദുല ഹിന്ദുത്വത്തിന് കീഴടങ്ങുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വമാണ് ഞങ്ങളുടെ ഈ മുദ്രാവാക്യം RSS അധികാരത്തിൽ വന്നതുപോലെ അത് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരേണ്ടത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ഒരു ഗ്യാരണ്ടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ മതേതര വിശ്വാസികൾക്ക്. കാരണം ഇടതുപക്ഷം കൂറുമാറില്ല, മറുഭാഗത്തേക്ക് പോകില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൻ്റെ പേര് നാവിൻ തുമ്പത്തുനിന്ന് പോയി, ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നമുക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. മഹാരാഷ്ട്രത്തിലെ സഖ്യത്തിൽ CPM ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതേ സമയത്ത് തന്നെ ഗുജറാത്തിലെ സൂറത്തിൽ നമ്മൾ കണ്ട കാഴ്ച, അവിടെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും BJPയിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിനോട് ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചലിൽ 11 സീറ്റിലാണ് എതിരില്ലാതെ BJP ജയിച്ചത്. 6 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചതേയില്ല, 5 സീറ്റിൽ നോമിനേഷൻ പിൻവലിക്കുകയും ചെയ്തു. ഈ കാഴ്ച നമ്മൾ അവിടെ കാണുന്നു. അതുപോലെ ഉത്തർപ്രദേശിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അത് അവരുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയി. എന്ത് കാരണം എന്നറിയില്ല. എന്തായാലും അവിടെ മറ്റ് കക്ഷികളുണ്ട്, BSP അടക്കം, അവർക്കൊന്നും പിന്തുണ കൊടുക്കാതെ കോൺഗ്രസ് ഇന്ന് നോട്ടക്ക് വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നു. എന്നാലും കോൺഗ്രസിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ കോൺഗ്രസ്സാണ് വടകരയിൽ താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ശൈലജ ടീച്ചറെക്കുറിച്ച് വളരെ മോശമായ പ്രചരണം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ടീച്ചർ അമ്മയെ എന്ന് വിളിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരല്ല. മഹാമാരികളുണ്ടായിരുന്ന കാലത്ത് ഒരമ്മ വാത്സല്യത്തോടെ അവർ പെരുമാറിയപ്പോൾ ആ അനുഭവം പങ്കിട്ട കേരളത്തിലെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള മനസ്സുകൾ വിളിച്ച പേരാണ് ശൈലജ ടീച്ചർ അമ്മയെന്ന്. ആ പേര് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വടകരയിലേക്ക് ശൈലജ ടീച്ചർ വന്നപ്പം അവിടെ വർഗീയ വിഷം ചീറ്റി. അതിൻ്റെ പ്രധാന ഉത്തരവാദി ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവിടെ തെരഞ്ഞെടുപ്പ് ചാർജുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. കാരണം അയാൾക്ക് വടകരയോട് ബാധ്യതയില്ല, ജനങ്ങളോട് ബാധ്യതയില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് വ്യാജ നിർമ്മിതിയും അയാൾ നടത്തും. കാരണം അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയത് തന്നെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം. സ്വന്തം പാർട്ടിയിലുള്ളവരെ തോൽപ്പിക്കാൻ പാർട്ടിക്കകത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ സാംസ്കാരിക ബോധം, ജനാധിപത്യ ബോധം എവിടെയെത്തണം? അങ്ങനെ സംസ്കാരവും ജനാധിപത്യ ബോധവും ഒന്നുമില്ലാത്ത ഒരുത്തൻ തെരഞ്ഞെടുപ്പ് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് വളരെ കൃത്യമായി വടകരയുടെ മണ്ണിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ വ്യാജ വീഡിയോകൾ ഇറക്കി. ഇന്നും കോൺഗ്രസ് തർക്കിക്കുന്ന ഒരു കാര്യം, ടീച്ചർ പറഞ്ഞു വ്യാജ വീഡിയോ ഇല്ലെന്ന്, എന്നാൽ ഉണ്ടെന്ന് ഗോവിന്ദ മാഷ് ഇല്ലെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് തർക്കിക്കുന്നത്. അത് പോൺ വീഡിയോയെക്കുറിച്ചാണ് ഇവരുടെ തർക്കം പോകുന്നത്. അവിടെ സത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ വീഡിയോ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമായിട്ടറിയാം. ഉണ്ടാക്കിയവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ പ്രവാചകനെക്കുറിച്ച് മാതൃഭൂമി സംഘടിപ്പിച്ച ഒരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമ്പോൾ ശൈലജ ടീച്ചർ വളരെ നന്നായി, അവിടെ സ്ത്രീകൾക്ക് അവകാശബോധമില്ലാതിരുന്ന ഒരു കാലത്ത് അന്നത്തെ പണ്ഡിതവർഗം സ്ത്രീകൾ ചെകുത്താൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ കാലത്തല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, തുല്യാവകാശമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ, അതിനെക്കുറിച്ച് പ്രസംഗിച്ച ടീച്ചറുടെ
പ്രസംഗത്തിൻ്റെ പാതി ഭാഗം കട്ട് ചെയ്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല സ്ത്രീകൾ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്നുള്ള രൂപത്തിൽ പ്രചരണം ഇറക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചതും അതിൻ്റെ പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയതും മാതൃഭൂമിയാണ്, മാതൃഭൂമി പത്രം. കാരണം അവർ സംഘടിപ്പിച്ച സെമിനാറിൽ പറഞ്ഞ കാര്യത്തെയാണ് വളച്ചൊടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് എന്ന ഒരു ചോദ്യം ആണോ എന്ന ചോദ്യത്തിലെ ചോദ്യചിഹ്നം ഒഴിവാക്കി ടീച്ചർ പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് എന്ന് പ്രചരിച്ചപ്പോൾ അതിനെതിരെ പരാതിപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതേ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ഡോക്ടർ അരുൺകുമാറാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ലെറ്റർ പേഡിൽ ഇവർ ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് എന്ന വ്യാജ പ്രചരണം ഇറക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് പരാതിപ്പെട്ടിട്ടുള്ളത് ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇവർ വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, വ്യാജ ലെറ്റർ പേഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ പരാതികൾ പോയിട്ടുണ്ട്, അത് ഇറക്കിയവരെ കൃത്യമായി പോലീസ് പിടിച്ചിട്ടുണ്ട്. അവസാനം ഇപ്പോൾ തർക്കം നിൽക്കുന്നത് പിന്നെ ശൈലജ ടീച്ചർ കാഫറാണെന്നും അതുപോലെ ഷാഫി ദീനിയാണെന്നും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഏറ്റവും വർഗീയപരമായ അപകടകരമായ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമായി ആരിറക്കിയതാണ് എന്ന് തിരിച്ചറിയാൻ നേരത്തെ ഇവരിറക്കിയത് മാത്രം പരിശോധിച്ചാൽ മതി. കാരണം ടീച്ചർ ഇസ്ലാം വിരുദ്ധയാണ്, ഇസ്ലാം മതത്തിനെതിരാണ്, മുസ്ലിം മതവിശ്വാസികൾക്കെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ മാതൃഭൂമി ഇറക്കിയിട്ടുള്ള വീഡിയോ കട്ട് ചെയ്ത് പാതി പ്രചരിപ്പിച്ചത്. എന്തിനാണ്? അത് ഇറക്കിയ ലീഗിൻ്റെ ആളെ പിടികൂടിയിട്ടുണ്ട്. അപ്പം മുസ്ലിം വിരുദ്ധയാണ് ടീച്ചർ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഇൻ്റർവ്യൂവിലും മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കിയ ആളെ പിടികൂടിയിട്ടുണ്ട്. അത് ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സമർത്ഥിക്കാനാണ്. ബഹുമാന്യനായ കാന്തപുരത്തിൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചതും ഇതേ കാര്യത്തിനാണ്. ഇതിന് മൂന്നിനും പിടിക്കപ്പെട്ടിട്ടുള്ളത് ലീഗുകാരാണ്, UDFകാരാണ്, കോൺഗ്രസ്സുകാരാണ്. അവരതിലൂടെ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് തന്നെയാണ് അവസാനത്തെ കാഫർ എന്ന പോസ്റ്റിലൂടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ചോദ്യം എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദാവൂദ് പറഞ്ഞിട്ടുള്ളത്. ആര്? CH കണാരൻ എന്ന് പറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ എതിരാളികൾ ഇറക്കിയ പോസ്റ്റ്, കടുവാ തീയന് വോട്ടില്ല എന്ന് പറഞ്ഞ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കിയതാണ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ വക്രബുദ്ധി എവിടെയെത്തി? ഇവരൊക്കെ വർഗീയത പ്രയോഗിക്കുന്നതിൻ്റെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രചരണമല്ലേ വടകരയുടെ മണ്ണിൽ നടത്തിയിട്ടുള്ളത്. ഇതേ പ്രദേശത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച കേളുവേട്ടൻ്റെ അനുസ്മരണ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല. നമുക്കറിയാലോ, ഇതേ നാദാപുരത്തിൻ്റെ മണ്ഡലത്തിൽ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി തിരുവമ്പറമ്പിലെ നബീസുവിനെയും മകളെയും നിസ്കാരപ്പായിലിട്ട് DYFIക്കാരനായ ഇന്ദുള്ളതിൽ ബിനു ബലാത്സംഗം ചെയ്തു എന്നാണ് പ്രചരിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇന്ദുള്ളതിൽ ബിനു എന്ന പേരാണ്. അത് ജന്മം കൊണ്ട് ഹിന്ദുവായ എന്നാൽ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മനുഷ്യൻ്റെ പേരാണ്. ആ പേര് കൊണ്ട് അവരുദ്ദേശിക്കുന്ന ഹിന്ദുവായ ബിനു മുസ്ലിമായ നബീസുവിനെയും മകളെയും നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ വൈകാരികതയ്ക്ക് തീ ആളിക്കത്തുന്ന ഒരു പ്രയോഗം നടത്തി. ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു സ്ത്രീക്കും അനുഭവം ഉണ്ടാകരുതേ. അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകൾ വിചാരിച്ചു സത്യമാണെന്ന്. ഇവിടെ ലീഗും കോൺഗ്രസും നടന്നു പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് സോണിയാഗാന്ധി നബീസുവിൻ്റെ മാനത്തിന് വിലയിട്ട് 1 ലക്ഷം രൂപ കൈമാറി. തെരഞ്ഞെടുപ്പ് ആ ഒറ്റ കാര്യത്തിൽ കേരളമാകെ തെരഞ്ഞെടുപ്പ് UDF ജയിച്ചു. അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ കല്ലാച്ചി അങ്ങാടിയിലിട്ട് ബിനുവിനെ വെട്ടിക്കൊന്നു. സ്വന്തം മകൻ നഷ്ടപ്പെട്ട അമ്മ മനസ്സിൻ്റെ സമനില തെറ്റി ചെറുപ്പക്കാരെയൊക്കെ കാണുമ്പോൾ നീ എൻ്റെ മകനല്ലേ എന്ന് നിലവിളിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ നബീസുവിൻ്റെ മനസ്സു മാറി. അവർ കോഴിക്കോട് വന്ന് പത്രസമ്മേളനം നടത്തി. എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല, ലീഗ് പറഞ്ഞ ഒരു നാടകമായിരുന്നുവെന്ന്, ബലാത്സംഗം നടന്നിട്ടില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. പിറ്റേ ദിവസത്തെ ചന്ദ്രിക പത്രത്തിൽ പോലും അച്ചടിച്ചു വന്ന് ബലാത്സംഗം ഒരു കള്ളക്കഥയായിരുന്നുവെന്ന്. ഒരു തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചു കയറി ഒരമ്മക്ക് മകനെ നഷ്ടപ്പെട്ടു തിരിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുമോ? അപ്പോൾ ആ കള്ളം വെളിവാകാൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ജയവും ആഹ്ലാദ പ്രകടനവും പിന്നെയും കാലം കഴിഞ്ഞു. നമുക്കറിയാം ഇതേ നാദാപുരത്തിൻ്റെ മണ്ണിലുള്ള എനിക്ക് തോന്നുന്നത് 1984 നമ്പോടം കണ്ടി ഹമീദ് വധക്കേസ്, മുസ്ലിം ലീഗുകാരനായിരുന്ന നമ്പോടം കണ്ടി ഹമീദ് വധിക്കപ്പെട്ടപ്പോൾ അത് കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആളുകളെ കണ്ടുപിടിക്കണമെന്ന് SPO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ലീഗും കോൺഗ്രസും അറിയണം. അന്ന് നിങ്ങൾ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. നമ്പോടം കണ്ടി ഹമീദ് വധക്കേസിലെ പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. ആ പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ അതേ റോഡിലൂടെ കടന്നു വന്ന മേപ്പയൂരിൻ്റെ MLA കണാരനെ ആക്രമിച്ചു, കാറ് തച്ചു തകർത്തു, അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും പരിക്ക് പറ്റി. അതിൻ്റെ പേരിൽ നാദാപുരവും മേപ്പയൂരും അടക്കമുള്ള പ്രദേശങ്ങൾ കലാപകുലുഷിതമായി, രാഷ്ട്രീയ കലാപങ്ങളുണ്ടായി. ആ കലാപത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 or 6 ആളുകൾ ഇരുപക്ഷത്തുമായി മരിച്ചു വീണു.
അവസാനം പോലീസ് കണ്ടുപിടിച്ചു. നമ്പോടംകണ്ടി ഹമീദ് വധക്കേസിലെ പ്രതി പോളംകണ്ടി ചെക്കൻ ഈ സമരജാഥയുടെ മുമ്പിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെയായിരുന്നു. അപ്പോഴേക്കും ഈ പരിസര പ്രദേശങ്ങളിൽ 4-5 മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതാണ് നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. ഇതും വെളിച്ചത്ത് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, നമുക്കറിയാം AKG സെൻറ്ററിലേക്ക് ബോംബേറ് നടന്നു. ആ ബോംബെറിഞ്ഞത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി ലീഗും കോൺഗ്രസും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് അത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. എന്നിട്ട് ഓരോ ദിവസവും കിട്ടിയോ എന്ന ചോദ്യം മുഖപുസ്തകങ്ങളിൽ ഞാനൊക്കെ എത്രയോ നേരിട്ടത് എന്നെ കേൾക്കുന്ന സഖാക്കൾ നേരിട്ടുണ്ടാവും. ദിവസം 10ആയി, 20ആയി, 30ആയി, 40ആയി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവസാനം ആ കേസിലെ പ്രതിയെ പിടിച്ചു. അത് കോൺഗ്രസ്സുകാരനായിരുന്നു. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റ ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. മഹാത്മാഗാന്ധിയുടെ ചിത്രം നിലത്തിട്ട് ചവിട്ടി നശിപ്പിച്ചത് SFI കാരാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വരെ പറന്നെത്തി. കൽപ്പറ്റയിൽ വലിയ പ്രകടനം നടന്നു. ദേശാഭിമാനിക്ക് വരെ കല്ലേറ് നടന്നു. കേരളമാകെ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധി വിരുദ്ധരെന്ന് പ്രചരിപ്പിച്ചു. വലിയ പ്രശ്നങ്ങളുണ്ടായി. അവസാനം പോലീസ് യഥാർത്ഥ പ്രതിയെ പിടികൂടി. അത് അതേ ഓഫീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കേരളത്തിൽ SFIക്കെതിരെ നടത്തിയ വലിയൊരു സംഭവമാണ് ചാപ്പകുത്തൽ. KSU പ്രവർത്തകൻ്റെ പുറത്ത് ക്യാമ്പസ് കൊണ്ട് ചാപ്പ കുത്തി എന്ന് പറഞ്ഞ് ഒരുപാട് കാലം കേരളത്തിൽ ആ പ്രചരണം നടന്നു, SFIയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അവസാനം ഈ ചാപ്പ കുത്തപ്പെട്ട SFI KSUക്കാരൻ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അത് ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണ് SFIയെ ആക്രമിക്കാനെന്ന്. അപ്പോൾ സത്യം എന്തായാലും വെളിച്ചം കാണാതിരിക്കില്ല. എത്ര വൈകിയാലും വെളിച്ചം കാണും. ആ വെളിച്ചം കാണുന്നത് വരെ ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങൾ ആ മണ്ണിലടക്കം നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കേളുവേട്ടനെ അനുസ്മരിക്കുന്ന, നായനാരെ അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട CPMൻ്റെ പ്രവർത്തകരോട്, ഇടതുപക്ഷ ഹൃദയപക്ഷ മനസ്സുള്ളവരോട് പറയാനുള്ളത്, ഇത്തരം കള്ളപ്രചരണങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ നിരവധി മാധ്യമങ്ങളുണ്ട്. വിരലിൽ എണ്ണിത്തീരാത്ത മാധ്യമങ്ങളുണ്ട്. സകല പത്രങ്ങളും സകല ചാനലുകളും, ദേശാഭിമാനിയും കൈരളിയും ഏറിപ്പോയാൽ ഒരു ജനവും ഒഴിച്ചാൽ ബാക്കിയുള്ള പത്രങ്ങളിലെ 90% 24 മണിക്കൂറും കമ്മ്യൂണിസ്റ്റുകാരനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്ന മഹത്തായ ഒരു ദൗത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റെടുക്കണം. സഖാബ് നായനാരും കേളുവെട്ടനും ഒക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകരുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഇതറിയാത്ത, ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ, ഇന്നലകളിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ ചരിത്രങ്ങൾ, ഇതുപോലെ ഇതേ രൂപത്തിൽ ഇവർ നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം വലിയ വെല്ലുവിളി. ഇന്ത്യയിൽ 1925 RSS രൂപീകരിക്കപ്പെട്ടുള്ളത്. ആ RSS പറഞ്ഞിട്ടുള്ളത് 100 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കും എന്നാണ്. ഈ വാചകത്തിൽ തന്നെ വലിയൊരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഹിന്ദു രാജ്യമാക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ഏകദേശം 80% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളാണ്. പക്ഷേ ആ ഹിന്ദു മതവിശ്വാസികളെ ഉൾക്കൊള്ളുന്നതല്ല ഇന്ത്യയിലെ RSS എന്ന വർഗീയ സംഘടന. കാരണം RSSൻ്റെ നിർവചനം ഹിന്ദുവിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രനാണ്, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് എന്നാണ് അവർ പറയുന്നത്. ശൂദ്രനേക്കാളും താഴ്ന്നവരുണ്ട്. മനുഷ്യരായി പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പറയരുണ്ട്, പുലയരുണ്ട്. ഇന്നങ്ങനെ പറയാൻ പറ്റുമോ? പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പ് ഈ കേരളത്തിലാണെങ്കിൽ അടി കിട്ടും. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും അതുപോലെ മനുഷ്യരല്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ, ഇന്ത്യയുടെ ശ്രീകോവിൽ എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഒന്നാമത്തെ പൗരൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അതൊരു വനിതയാണെങ്കിൽ ഒന്നാമത്തെ വനിത അവരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചില്ല. എന്താ കാരണം? അവരൊരു പട്ടികവർഗക്കാരിയാണ്, അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്. RSSൻ്റെ സങ്കല്പത്തിൽ അവർ ഹിന്ദുവല്ല, മാത്രമല്ല അവർ ലക്ഷണക്കേടാണ്. അതുകൊണ്ട് അർദ്ധനഗ്നരായ സന്യാസിമാരുടെ സാന്നിധ്യമാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കണ്ടത്. മറിച്ച് RSS ഉണ്ടാക്കിയ രാമക്ഷേത്രം അത് യഥാർത്ഥ രാമൻ്റേതല്ല. യഥാർത്ഥ രാമൻ എന്ന് പറയുന്നത് വെടിയേറ്റ് മരിച്ചു വീഴുമ്പം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വിളിച്ച വിളി ഏ റാം, ഏ റാം, എൻ്റെ രാമ, എൻ്റെ രാമ എന്നാണ്. കാരണം മരിക്കാൻ പോവുകയാണ്. മരിച്ചാൽ ഞാൻ ചെല്ലുന്നത് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. ആ ദൈവം രാമനാണ് എന്ന് വിശ്വസിച്ച ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ്റെ പേര് ഗാന്ധിയാണ്. ആ ഗാന്ധിയെ കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. RSSൻ്റെ തത്വസംഹിത മനസ്സിൽ കയറ്റി മതഭ്രാന്ത് കയറിയ ആ മതഭ്രാന്തൻ ഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോൾ മറുകൈ ആകാശത്തേക്ക് ഉയർത്തി വിളിച്ച മുദ്രാവാക്യം ജയ് ശ്രീരാം എന്നാണ്. ശ്രീരാമൻ ജയിക്കാൻ രാമഭക്തനായ ഗാന്ധിയെ കൊന്നവർ, ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആയുധമേന്തണം എന്ന് കരുതുന്ന വിഡ്ഢികളാണ് RSS.
ഇവിടെ SDPIയെ പോലെ തന്നെ ഇവിടെ അഭിമന്യുവിനെ കൊന്നു അവർ വിളിക്കുന്ന മുദ്രാവാക്യം ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്നാണ്. പടച്ചവനെ സംരക്ഷിക്കാൻ പടപ്പുകൾ ഉണ്ടാകണം, പടപ്പുകൾക്കേ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച് പടച്ച തമ്പുരാനെ വിലകെടുത്തുന്ന വർഗീയവാദികൾ, ദൈവത്തിൻ്റെ പേര് പറയുന്ന വർഗീയവാദികൾ ദൈവത്തെ സംരക്ഷിക്കുന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അവരില്ലാതാക്കുന്നതും ദൈവത്തിൻ്റെ ആശയമാണ്. കാരണം സകല ദൈവവിശ്വാസികളും കരുതുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യനെ പരിപാലിക്കുന്നതും അവൻ്റെ ജനന മരണങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം ദൈവമാണെന്നാണ്. പക്ഷേ ദൈവത്തെ സംരക്ഷിക്കാൻ മനുഷ്യനെ ഒരു ദൈവവും ഒരു പുസ്തകങ്ങളിലും ഏൽപ്പിച്ചിട്ടില്ല. ഇല്ലാതെ ഏൽപ്പിക്കപ്പെടാത്ത ദൗത്യം അത് തങ്ങളുടെ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മതത്തെ വർഗീയമായി ഉപയോഗിക്കുന്നവരാണ് RSS. ആ RSS ഉണ്ടാക്കിയ ക്ഷേത്രമാണ് രാമക്ഷേത്രം, അല്ലാതെ അത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളുടെ ക്ഷേത്രമല്ല. ഇന്ത്യയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ മതവിശ്വാസികൾ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിരവധി പള്ളികളുണ്ട്, അവിടെയൊക്കെ മതവിശ്വാസികൾ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ പള്ളികളിലും അമ്പലങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ, ആഘോഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ അടക്കം വിളിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അത്തരം പരിപാടികളിൽ മറ്റ് പാർട്ടിക്കാരെ പോലെ തന്നെ സൗഹൃദ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പള്ളികളും അമ്പലങ്ങളും സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ രാമക്ഷേത്രം, RSS നിർവഹിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളില്ല എന്ന അസന്നിഗ്ധമായി ഒറ്റവാക്കിൽ CPMന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് RSSൻ്റെ തത്വശാസ്ത്ര പ്രകാരം ഇതര മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അമ്പലം എന്ന് ചോദിക്കുന്ന മുരളീധരനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരറിയണം, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, സഖാവ് AKGയുടെ ഗേറ്റ്. മുരളീധരൻ്റെ വന്ദനായ പിതാവ് ഒരുപാട് കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ മലയാള മാസം 1-ാം തീയതി ഈ കേരളത്തിൽ കൊടുങ്കാറ്റും പേമാരിയും അടിച്ചാൽ ഓടിയെത്തുന്ന ക്ഷേത്ര നഗരത്തിൻ്റെ പേര് ഗുരുവായൂർ എന്നാണ്. ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഗേറ്റിൻ്റെ പേര് AKG ഗേറ്റ് എന്ന് പറയാനുള്ള കാരണം വർഷങ്ങൾക്ക് മുമ്പ് അതേ അമ്പലത്തിലേക്ക് ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ അവരിൽ ചില ഹിന്ദുക്കളുടെ മുമ്പിലേക്ക് ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ്യത്തിൻ്റെ ബാക്കി പത്രം. താഴ്ന്ന ജാതിക്കാരന് പ്രവേശനമില്ലാത്ത അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രവേശനം നടത്തുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹത്തിൻ്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ്റെ പേര് സഖാവ് AKG എന്നാണ്. അന്നാണ് കൃഷ്ണപിള്ള മണിയടിച്ചത്. അന്നാണ് RSSകാർ അദ്ദേഹത്തിൻ്റെ നടപ്പുറമടിച്ച് കടപ്പുറമാക്കിയത്. അന്നാണ് കൃഷ്ണപിള്ള പറഞ്ഞത് ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ പുറമടിക്കുമെന്ന്. അങ്ങനെ ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് സകല ഹിന്ദുമത വിശ്വാസികൾക്കും ഇന്ന് പ്രവേശിക്കാൻ കഴിയുന്നത്. ഹിന്ദുമത വിശ്വാസികൾക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത നേതാവിൻ്റെ പേര് സഖാവ് AKG എന്നാണ്. അതുകൊണ്ട് ദൈവവിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന കാര്യമൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കേണ്ട എന്ന് ഇത്തരം ആളുകളോട് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഗീയവാദികളായ RSSൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളടക്കമുള്ള ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഒരുമിച്ച് പോരാടുന്ന ഈ കാലഘട്ടത്തിൽ വടകരയടക്കമുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ നമ്മുടെ മറുപക്ഷത്തുള്ള UDFും ലീഗും കോൺഗ്രസും അവരെ പിന്താങ്ങുന്ന SDPIയും മൗദൂദി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയവാദികളും നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കും. ഈ കേരളത്തിലെ മതേതരത്വത്തിന് വേണ്ടി ധീരമായ പോരാട്ടം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുപാട് കാലം നയിച്ച സഖാവ് നായനാരും സഖാവ് കേളുവട്ടനും നമ്മെ പഠിപ്പിച്ച ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ഇവരുടെ അനുസ്മരണ ദിനങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ എളിയ വാക്കുകളിൽ, വളരെ കുറഞ്ഞ വാക്കുകളിൽ എന്നെ കേൾക്കാൻ വന്ന സകല ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.